നെക്സ്റ്റ് നമ്മൾ ഈ മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് തിൻ സിലിണ്ടേഴ്സ് ആൻഡ് സ്പിയേഴ്സ്. ഈ തിൻ സിലിണ്ടേഴ്സിലും സ്പിയേഴ്സിലും ഉണ്ടാവുന്ന സ്ട്രെസ്സസ് എന്തൊക്കെയാണ്, അതിനനുസരിച്ച് മെറ്റീരിയൽസ് എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളതാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് തിൻ സിലിണ്ടർ എന്ന് നോക്കാം. തിൻ സിലിണ്ടർ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ട് ഒരു ഔട്ടർ സർഫസ് ഉള്ള ഒരു സിലിണ്ടറിനെയാണ് തിൻ സിലിണ്ടർ എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും LPG ഗ്യാസ് കൊണ്ടുവന്ന സിലിണ്ടേഴ്സ് അല്ലെങ്കിൽ പെട്രോൾ ടാങ്കൊക്കെ ലോറികളിൽ കൊണ്ടുവന്ന് കണ്ടില്ലേ. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് തിൻ സിലിണ്ടേഴ്സ്. അപ്പോൾ അതിൽ ഈ സിലിണ്ടറിനുള്ളിൽ ലിക്വിഡ് ഉണ്ടാവും. അപ്പോൾ ഒരു ലിക്വിഡ് നിറച്ചതായിരിക്കില്ല ഇതിൽ. അപ്പോൾ ഈ ലിക്വിഡിനൊരു പ്രഷർ ഉണ്ടാവും അല്ലേ, ഒരു പുറത്തേക്ക് തള്ളാനുള്ളൊരു പ്രഷർ ഉണ്ടാവും. അപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യലാണ് ഈ വോൾ പോർഷൻ ചെയ്യുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഈ ലിക്വിഡ് കൊണ്ട് പ്രഷർ കൊണ്ട് ഈ വോളിൽ എങ്ങനെയാണ് പ്രഷർ വരുന്നത്, എന്തൊക്കെ തരത്തിൽ പ്രഷറാണ് വരുന്നത് എന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ തിൻ സിലിണ്ടർ എന്താണെന്നുള്ള ഡിഫൈൻ ചെയ്ത് നോക്കാം. തിൻ സിലിണ്ടേഴ്സ് ആർ ദോസ് സിലിണ്ടേഴ്സ് ഹൂസ് വോൾ തിക്നെസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വരച്ചു ഇങ്ങനെ. ഈ wall thickness, that is this T, is less than 1/15 or 1/20 of the diameter. That is T is less than D/20 വരെ മാക്സിമം. ഡയമീറ്ററിന്റെ 1/20 കുറവായ തിക്നെസ് ആയിരിക്കും. അത്രയും ചെറിയ തിക്നെസ് ആയിരിക്കും, വളരെ തിന്നായിരിക്കും. സച്ച് സിലിണ്ടേഴ്സ് ആർ നോൺ ആസ് തിൻ സിലിണ്ടേഴ്സ്. ഇനി ഇതിൽ എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രഷറാണ് ആക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതിൽ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പോൾ പ്രഷർ ഉണ്ടാവുമല്ലോ. ഈ ലിക്വിഡ് കൊണ്ട് പ്രഷർ ഉണ്ടാവുന്നത് ഒന്ന് ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിൽ ഒരു പ്രഷർ ഉണ്ടാവാം. നമ്മൾ പൈപ്പിലൊക്കെ വെള്ളം പോകുന്ന സമയത്ത് പൈപ്പ് പൊട്ടിപ്പോകുന്നില്ലേ, ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡ് പൊട്ടിപ്പോകും. അങ്ങനെ ഈ ഒരു ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിൽ ഒരു പ്രഷർ ഉണ്ടാവും. പിന്നെ പൈപ്പ് കീറിപ്പോവാറില്ലേ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിൽ കീറിപ്പോവാനുള്ളൊരു പ്രഷർ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ പ്രഷർ രണ്ട് തരത്തിൽ ആക്ട് ചെയ്യുന്നത്, ഒന്ന് പുറത്തേക്കുള്ളൊരു തള്ളലുണ്ടാവും, അതുപോലെ എലോങ് ദ ലെങ്ത്തിലും ഒരു ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെ ഈ പുറത്തേക്കുള്ള ഒരു പ്രഷറിനെ എന്ത് പ്രഷർ നമ്മൾ പറയാം, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു ഹൂപ്പ് സ്ട്രെസ് അല്ലേ. എലോങ് ദ സർക്കംഫറൻഷ്യൽ ആക്ട് ചെയ്യുന്ന പുറത്തേക്കുള്ള തള്ളലിനെയാണ് ഹൂപ്പ് സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഹൂപ്പ് സ്ട്രെസ് ഉണ്ടാവും, ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഉണ്ടാവും. രണ്ട് തരത്തിലാണ് സ്ട്രെസ് ഉള്ളത്, അതായത് ഹൂപ്പ് സ്ട്രെസ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും. ഇനി ഈ ഹൂപ്പ് സ്ട്രെസ് കൊണ്ട് എങ്ങനെയാണ് ഈ മെറ്റീരിയൽ റിയാക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് മുറിച്ച് മാറ്റാനുള്ള ഒരു തള്ളലാണ്. അപ്പോൾ ഇതിന്റെ വോളിൽ ഈ ഡയറക്ഷനിലായിരിക്കും ഈ റെസിസ്റ്റിംഗ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രഷർ കൊണ്ട് ഇത് പുറത്തേക്ക് തള്ളി മാറ്റാൻ നോക്കുന്നു. സോ ദിസ് ഹൂപ്പ് സ്ട്രെസ് ഈസ് റെസിസ്റ്റിംഗ് ദിസ് അലോങ് ദിസ് വോൾ. അപ്പോൾ ഇതിന്റെ പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ, ഈ ഒരു സാധനത്തിന്റെ പ്ലാൻ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊജക്റ്റഡ് ഏരിയ, നിങ്ങൾ ഗ്രാഫിക്സിൽ പഠിച്ചിട്ടുണ്ടാവും പ്രൊജക്റ്റഡ് ഏരിയ. അപ്പോൾ ഈ പ്രഷറിന്റെ പ്രൊജക്റ്റഡ് ഏരിയ നോക്കുകയാണെങ്കിൽ ഇത്രയും ഏരിയയിലാണ് ഈ ലിക്വിഡ് പ്രഷർ, ഹൂപ്പ് പ്രഷർ ആക്ട് ചെയ്യുന്നത്, പുറത്തേക്കൊരു തള്ളൽ വരുന്നത്. എന്നിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഈ വോൾ തിക്നെസ്സിൽ ഇത്രയും ലെങ്ത്തിൽ രണ്ട് സൈഡിലുള്ള റെസിസ്റ്റൻസ് ആണ് ഈ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. ഇനി ഇവിടേക്ക് നോക്കാം, ലോഞ്ചിറ്റ്യൂഡിനൽ പ്രഷർ, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിൽ അതേപോലെ ഇത് നീളത്തിലാണ് സ്ട്രെസ് ഉള്ളത്. അപ്പോൾ ആ സ്ട്രെസ്സിനെ റെസിസ്റ്റ് ചെയ്യുന്നത്, ഇപ്പോൾ പൈപ്പിലാണെങ്കിൽ ഇതിന്റെ ഈ ഒരു ഔട്ടർ സർഫസ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു തിക്നെസ്സിലുള്ള പോർഷനാണ് ഇതിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രഷറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് ഈ പോർഷനാണ്. അപ്പോൾ ഇവിടെ രണ്ട് തരത്തിലാണ് ഫെയിലിയർ ഉണ്ടാവുന്നത്. ഒന്ന് എലോങ് ദ ലെങ്ത് ടീർ ചെയ്ത് പോകും. ലെങ്ത് വൈസ് ടീർ ചെയ്യാനുള്ള കാരണം ഏതാ? ഹൂപ്പ് സ്ട്രെസ് ആണ്. ഇവിടെ സർക്കംഫറൻഷ്യൽ പോർഷനിൽ കട്ട് ചെയ്ത് പോകും. നമ്മൾ പൈപ്പൊക്കെ മുറിഞ്ഞു പോകുന്ന പോലെ, ഇങ്ങനെ മുറിഞ്ഞു പോകുന്നത്, വിട്ടുപോകുന്ന പോലെ ഇങ്ങനെ മുറിഞ്ഞു പോകും. അതിനുള്ള കാരണം ഏതാ? ലോഞ്ചിറ്റ്യൂഡിനൽ പ്രഷറാണ്. അപ്പോൾ ലിക്വിഡ് പ്രഷർ 3 ഡയമെൻഷനിലും സെയിം ആണ്. നമുക്ക് വോളിമെട്രിക് സ്ട്രെസ് എന്ന് പറയുന്ന പോലെ എല്ലാ ഡയറക്ഷനിലും ഒരേ പ്രഷർ ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ആസ് സം പി വാല്യൂ എന്നായിരിക്കും. പി ഇസ് ദ സ്ട്രെസ്. ഈ പി സ്ട്രെസ് ഇവിടെ ഹൂപ്പ് സ്ട്രെസ് പോലെ ആക്ട് ചെയ്യും. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ ഇവിടെ ഒരു ഹൂപ്പ് സ്ട്രെസ് ഉണ്ടാവും, ദാറ്റ് ഈസ് സിഗ്മ എച്ച്. ഇവിടെ അതേപോലെ ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് പീനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സിഗ്മ എൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഉണ്ടാവും. ക്ലിയർ അല്ലേ? അപ്പൊ ഇവിടെ ഹൂപ്പ് സ്ട്രെസ് കൊണ്ട് ഫെയിലർ ഉണ്ടാവുന്നത് എലോങ് ദ ലെങ്ത് ആണ്.
ഹൂപ്പ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സർക്കംഫറൻഷ്യലാണ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. പക്ഷെ ഫെയിലിയർ ഉണ്ടാവുന്നത് എലോങ് ദ ലെങ്ത് ആണ്, കീറി പോവാണ് പൈപ്പ്. ഇവിടെ അതേപോലെ പൈപ്പ് മുറിഞ്ഞു പോവാണ്. ഇതിന് കാരണം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആണ്. ആ സ്ട്രെസ്സിന് ഫെയിലിയർ ഉണ്ടാവുന്നത് എവിടെയാ? ക്രോസ് സെക്ഷനിലാണ് ഫെയിലിയർ ഉണ്ടാകുന്നത്. അപ്പൊ ഈ തിൻ സിലിണ്ടേഴ്സിലെ 2 ടൈപ്പാണ് ഫെയിലിയർ. ഒന്ന് എലോങ് ദ ലെങ്ത്, അതിന് കാരണക്കാരൻ ഹൂപ്പ് സ്ട്രെസ്. പിന്നെ ഒന്ന് ക്രോസ് സെക്ഷനായിട്ട് കട്ട് ചെയ്ത് പോവാം, അതിന് കാരണക്കാരൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇന്ന് നോട്ട് എഴുതാം. എഴുതിക്കോ, സൈഡ് ഹെഡിങ് തിൻ സിലിണ്ടേഴ്സ് എന്ന് മാത്രം മതി. തിൻ cylinders are the cylinders whose wall thickness is less than d by 20. Cylinders whose wall thickness is less than d by 20, where d is the diameter. That is, t is less than d by 20. Wall thickness is less than t by 20. ഇനി നെക്സ്റ്റ് ലൈൻ എഴുതുക. Stresses in thin cylinders. Stresses in thin cylinders. എഴുതേണ്ടത് നമുക്ക് സ്ട്രെസ്സിന് എഴുതിയില്ല, താഴെ 2 സ്ട്രെസ് നമുക്ക് വേണ്ടത്. ഒന്നാമത്തത് ഹൂപ്പ് സ്ട്രെസ്, അതിന്റെ വേറൊരു പേരാണ് സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എന്നുള്ളത്. ഹൂപ്പ് സ്ട്രെസ് ഓർ സർക്കംഫറൻഷ്യൽ സ്ട്രെസ് എഴുതുക. ഇറ്റ് ഈസ് ദ സ്ട്രെസ് ആക്ടിംഗ് അലോങ് ദ wall of the cylinder. Stress acting along the wall of the cylinder in the longitudinal direction due to liquid pressure. അപ്പോൾ എന്നിട്ട് ഈ ഫിഗർ വരയ്ക്കാം. ഇത് രണ്ടും വരയ്ക്കണം. പ്ലാൻ. So it is the pressure acting along the wall against the in the longitude direction against the liquid pressure. ഇനി താഴെ ഇതാ longitudinal stress. It is the stress acting across the cross section of the wall against the liquid pressure. Draw this figure also. Here the liquid pressure is denoted as P. ഇവിടെ P ഉണ്ട്. And longitudinal stress is denoted as sigma L. ഇത് രണ്ടും വരയ്ക്കാം. ഇതിന്റെ താഴെ എഴുതുക failure of thin cylinders. അതിലൊന്നാമത്തത് tearing off in longitudinal direction. അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെ തന്നെ എഴുതാം. This failure is due to the hoop stress. രണ്ടാമത്തത് tearing off in the circumferential direction. Tearing off in the circumferential direction. അതാണ് ഈ രണ്ടാമത്തത്. അതിന്റെ എക്സ്പ്ലനേഷൻ, ദിസ് ഫെയിലിയർ ഈസ് ഡ്യൂ ടു ദ longitudinal stress. ക്ലിയർ അല്ലേ? അപ്പൊ ഇതിനെ ടീറിംഗ് ഓഫ് അലോങ് ദ ലെങ്ത് വൈസ് ആണ്, ഇത് അലോങ് ദ സർക്കംഫറൻഷ്യൽ ആണ്. ഓക്കെ, അപ്പൊ തിൻ സിലിണ്ടേഴ്സിന്റെ ഡെഫിനിഷൻ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 2 സ്ട്രെസ്സിന്റെ കേസിലെയും ഫോർമുലാസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യത്തെ കേസ് പറഞ്ഞത് ഹൂപ്പ് സ്ട്രെസ്സിന്റെ കേസിലാണ്. ഹൂപ്പ് സ്ട്രെസ് ഈസ് ആക്ടിങ് അലോങ് ദ ലെങ്ത് വൈസ്. നമ്മൾ നേരത്തെ വരച്ചൊരു പ്ലാൻ ആണിത്, അല്ലെ? അപ്പൊ ഇത്രയും ലെങ്ത് ഓഫ് ദ സിലിണ്ടർ ഈസ് ഗിവൺ ആസ് L. അത്ര ലെങ്ത്തിലാണ് ഈ ഒരു ഹൂപ്പ് സ്ട്രെസ് ആക്ട് ചെയ്തതിനെ ടീർ ചെയ്ത് പോകാനുള്ള കാരണം, അല്ലെ? ലെങ്ത് വൈസിൽ മുറിഞ്ഞു പോകാനുള്ള കാരണം ഇതാണ്. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും ഇവിടെ ലിക്വിഡ് പ്രഷർ ആക്ട് ചെയ്യുന്നുണ്ടാവുക?
പ്രഷർ തന്നിട്ടുണ്ട് പി ആണ്, സ്മോൾ പി. അപ്പോൾ ടോട്ടൽ ലിക്വിഡിന്റെ ഹൂപ്പ് ഫോഴ്സ് എന്തായിരിക്കും? ആ ഫോഴ്സിന് ഈക്വലന്റ് ആയിരിക്കണം ഇതിന്റെ വോളിൽ ആക്ട് ചെയ്യുന്ന, ഈ രണ്ട് വോളിൽ ആക്ട് ചെയ്യുന്ന റെസിസ്റ്റിംഗ് ഫോഴ്സ് അല്ലേ? അപ്പൊ നമുക്ക് അവിടെ ഇക്വേഷൻ എന്തായിരിക്കും? ഈ ഒരു ഹൂപ്പ് സ്ട്രെസ് അല്ലെങ്കിൽ ഈ ലിക്വിഡിന്റെ പ്രഷർ കൊണ്ടുണ്ടാവുന്ന ഫോഴ്സ് ഇസ് ഈക്വൽ ടു ദ റെസിസ്റ്റിംഗ് ഫോഴ്സ് അലോങ് ദ വോൾ ആയിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ പ്രഷർ ഡ്യൂ ടു അല്ലെങ്കിൽ ഫോഴ്സ് ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ എന്ത് വരും? ഫോഴ്സ് ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ എഴുതുക. ഈ ഫിഗർ വരച്ചിട്ട് എഴുതണം. ഫോഴ്സ് ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ is equal to force is P, stress is P, intensity is P into എത്ര ഏരിയയിലാണ് വരുന്നത്? ഇവിടെ L into D ആണ് ഏരിയ. L into D ആണ് ഏരിയ. അടുത്തത് റെസിസ്റ്റിംഗ് ഫോഴ്സ്. along the wall. ഈ രണ്ട് സൈഡിലും റെസിസ്റ്റിംഗ് ഫോഴ്സ് ഉണ്ടാവും. ആൻഡ് വി നോ ഇന്റൻസിറ്റി ഓഫ് ദാറ്റ് റെസിസ്റ്റിംഗ് ഫോഴ്സ് ഇസ് സിഗ്മ എച്ച് എന്നറിയാം. നേരത്തെ പറഞ്ഞിരുന്നു സിഗ്മ എച്ച് അല്ലെങ്കിൽ സിഗ്മ സി എന്ന് വിളിക്കും. അപ്പൊ അവിടെ സ്ട്രെസ് ഉണ്ടാവുന്നത് സിഗ്മ എച്ച് ആണ്. എത്ര ഏരിയയിൽ ഉണ്ടാവുന്നു? ഇത്ര ഏരിയയിലും പിന്നെ ഇവിടെ ഇത്ര ഏരിയയിലും. സോ 2 into L into T അല്ലേ? L into T ആണ് ഒരു ഏരിയ, അത് രണ്ടെണ്ണം ഉണ്ട്. സോ 2 into സിഗ്മ എച്ച് ഇൻറ്റു 2 into LT. അപ്പൊ ഇത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇത് രണ്ട് ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യാൻ പറ്റണം. ദർഫോർ PLD ഈക്വൽ ടു സിഗ്മ എച്ച് ഇൻറ്റു 2LT. അതിൽ നിന്ന് നമുക്ക് സിഗ്മ എച്ച് എന്ത് കിട്ടും? PD/2T എന്ന് കിട്ടും. So we have obtained this equation for hoop stress അല്ലെങ്കിൽ circumferential stress sigma h equal to P into D/2T, where P is the liquid pressure, D is the diameter of the cylinder, T is the thickness of the wall. Okay, equation clear അല്ലേ? ഇനി നമുക്ക് അടുത്തത് സെക്കൻഡ് സ്ട്രെസ് എന്താണെന്നുള്ളത് നോക്കാം. ഇവിടെ ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിലാണ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. എത്രയാണ് അവിടുത്തെ സ്ട്രെസ് ആക്ട് വരുന്നത്? ടോട്ടൽ സ്ട്രെസ് ഇവിടെ ഇത്രയും ഏരിയയിലാണ് ലിക്വിഡ് പ്രഷർ ആക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ലിക്വിഡ് പ്രഷർ, ഫോഴ്സ് ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ എത്ര വരും? നേരത്തെ ഇതുപോലെ തന്നെ എഴുതാം. ഫോഴ്സ് ഡ്യൂ ടു ലിക്വിഡ് പ്രഷർ ഈക്വൽ ടു പി ഇൻറ്റു സർക്കുലർ ഏരിയ അല്ലേ? അപ്പൊ π/4 ഇൻറ്റു ഡി സ്ക്വയർ അല്ലെങ്കിൽ πr², എങ്ങനെ വേണേ എടുക്കാം. ഇപ്പൊ ഡി എടുത്തതുകൊണ്ട് π/4 ഇൻറ്റു ഡി സ്ക്വയർ എന്ന് എഴുതി. സോ ദിസ് ഈസ് ദ ലിക്വിഡ് പ്രഷർ. ഇത് ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിലാണ്. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് എന്തായിരിക്കും അടുത്തത്? റെസിസ്റ്റിംഗ് ഫോഴ്സ്. ഇവിടെ ഇത്രയും ഒരു സർക്കുലർ പോർഷനിലാണ് അത് റെസിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ തിക്നെസ് വളരെ തിന്നാണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് എടുക്കാലോ. എത്രയാണ് ഇവിടുത്തെ ലെങ്ത്? 2πr അല്ലെങ്കിൽ πd. ദാറ്റ് ഈസ് ഇൻറ്റു തിക്നെസ് ഇൻറ്റു അവിടുത്തെ സ്ട്രെസ് സിഗ്മ എൽ ആയിരിക്കുമല്ലോ. ഇത്രയും ഏരിയയിൽ, ഇത്രയും പുറത്തെ വോളിന്റെ ഏരിയയിലാണ് ഈ പ്രഷർ ആക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു തിക്നെസ് ഇൻറ്റു ഇന്റൻസിറ്റി. ഇപ്പൊ ഇത് രണ്ട് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇത് രണ്ട് ഇക്വേറ്റ് ചെയ്യണം. സോ വി ക്യാൻ ഇക്വേറ്റ് ഇറ്റ് ആസ് സിഗ്മ എൽ ഇൻറ്റു π/dt ഈക്വൽ ടു പി ഇൻറ്റു π/4 ഇൻറ്റു ഡി സ്ക്വയർ. അപ്പൊ നമുക്ക് സിഗ്മ എൽ കിട്ടുമല്ലോ. സിഗ്മ എൽ വിൽ ബി എങ്ങനെ വരും? ഈ പൈയും ഈ പൈയും ക്യാൻസലായി. ഇപ്പോ ഡിയും ഒരു ഡിയും പോയി. സോ വിൽ ബി ഗെറ്റിംഗ് PD/4T എന്ന് കിട്ടും. PD/4T. നേരത്തെ നമുക്ക് കിട്ടിയത് PD/2T ആണ്. സോ ദിസ് ഈസ് ദ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ഇന്റൻസിറ്റി ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഈക്വൽ ടു PD/4T. ഇത് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഇതിൽ ഏതാണ് വലുത്? സിഗ്മ എച്ച് ആണോ സിഗ്മ എൽ ആണോ? ഇത് PD/2T ആണ്, ഇത് PD/4T ആണ്. അപ്പൊ ഇതാണ് വലുത്. സോ സിഗ്മ എച്ച് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ സിഗ്മ എൽ. ഹൂപ്പ് സ്ട്രെസ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അപ്പോൾ നമ്മളുടെ കണ്ടീഷനിൽ നമുക്ക് മാക്സിമം സ്ട്രെസ് ചെയ്യാൻ പറ്റാവുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സിഗ്മ എച്ച് ആണ് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതാണ്. കാരണം സിഗ്മ എച്ച് ആണ് കൂടുതൽ, സിഗ്മ എൽ കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ?
അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ തറവായിരിക്കണം. സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു പി ഡി ബൈ 2t ആൻഡ് സിഗ്മ എൽ ഇസ് ഈക്വൽ ടു പി ഡി ബൈ 4t. അടുത്ത നമുക്ക് തിൻ സിലിണ്ടേഴ്സിന് പകരം സ്ഫിയർ ആണെങ്കിൽ എങ്ങനെ സംഭവിക്കുന്നു നോക്കാം. ഒരു സ്ഫിയർ അതിനെ കട്ട് ചെയ്താൽ ഈ രീതിയിൽ കിട്ടും അല്ലേ. അവിടെ മൊത്തം ഒരു ഹൂപ്പ് സ്ട്രെസ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിനോ സ്ട്രെസ് ഒന്നും അവിടെ വരുന്നില്ല, അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡിനൽ ഷേപ്പിൽ കട്ടായി പോകുന്ന പ്രശ്നം വരുന്നില്ല. ഹൂപ്പ് സ്ട്രെസ് തന്നെയാണുള്ളത്, പക്ഷെ അവിടെ ലോഞ്ചിറ്റ്യൂഡിനലി അല്ല കട്ടാവുന്നത്, ഇതേപോലെ റേഡിയലിയാണ് കട്ടാവുന്നത്. അതാണ് സിലിണ്ടർ സ്ഫിയർ തമ്മിലുള്ള വ്യത്യാസം. സിലിണ്ടറിൽ ഈ രീതിയിൽ കട്ടാവണമെങ്കിൽ അവിടെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഉണ്ടായിരിക്കണം, പക്ഷെ ഇവിടെ ഹൂപ്പ് സ്ട്രെസ് കൊണ്ട് തന്നെയാണ് ഈ സർക്കംഫറൻഷ്യൽ കട്ടാവുന്നത് അല്ലേ. അപ്പൊ അതാണ് ചെറിയ വ്യത്യാസം. ഇവിടെ നമുക്ക് ഹൂപ്പ് സ്ട്രെസ് ഉണ്ട്, ടിയറിംഗ് ഈസ് അലോങ് ദ ക്രോസ് സെക്ഷൻ. ഹൂപ്പ് സ്ട്രെസ് കൊണ്ട് ടിയറിംഗ് ഉണ്ടാവുന്നത് അലോങ് ദ ക്രോസ് സെക്ഷൻ ആണ്. സിലിണ്ടേഴ്സിൽ ഹൂപ്പ് സ്ട്രെസ് കൊണ്ട് ടിയറിംഗ് ഉണ്ടാവുന്നത് അലോങ് ദ ലെങ്ത് ആയിരുന്നു. അതാണ് ഇവിടെയുള്ള ചെറിയ വ്യത്യാസം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയാണ് ഈ സ്ട്രെസ്സിന്റെ വാല്യൂ എന്ന് കിട്ടും നോക്കാം. നേരത്തെ കണ്ട സെയിം ക്രോസ് സെക്ഷന്റെ പ്രോസസ് തന്നെ ഇവിടെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഈ എൽ എന്നതിന് പകരം നമുക്ക് ഇവിടെ എച്ച് എന്ന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സർക്കംഫറൻഷ്യൽ എന്ന് ഉപയോഗിക്കാം. അതാണ് ഒരു വ്യത്യാസമുള്ളത്. So the force due to the liquid pressure is P into pi by 4 into d square. Resisting force is equal to pi d into t into sigma h. And sigma equate ചെയ്യുന്ന സമയത്ത് sigma h into pi dt is equal to 0. So the hoop stress in the case of a sphere here is equal to P d by 4t. അപ്പം അങ്ങനെ ലാസ്റ്റ് എഴുതാം. The hoop stress for a sphere equal to P d by 4t. വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ ഹൂപ്പ് സ്ട്രെസ് ആണ് പി ഡി ബൈ 4t. സിലിണ്ടറിന്റെ കേസിൽ ഹൂപ്പ് സ്ട്രെസ് വാസ് പി ഡി ബൈ 2t. ഹിയർ ഹൂപ്പ് സ്ട്രെസ് ഇസ് പി ഡി ബൈ 4t. ഇനി നമുക്ക് ഈ ഒരു പഠിച്ച സാധനം ഒന്ന് സംഗ്രഹിച്ച് എഴുതി കഴിഞ്ഞാൽ, സിലിണ്ടേഴ്സിന്റെ കേസിൽ ഹൂപ്പ് സ്ട്രെസ് ഇസ് സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു പി ഡി ബൈ 2t ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് സ്ട്രെസ് ഇസ് പി ഡി ബൈ 4t. അതേ സമയത്ത് സ്ഫിയറിലെ ഹൂപ്പ് സ്ട്രെസ് ഇസ് ഓൺലി പി ഡി ബൈ 4t. ഓക്കെ. അടുത്ത് നമുക്ക് ഇതിലെ ലാസ്റ്റ് ടോപ്പിക്ക് നോക്കാനുള്ളത് സ്ട്രെയിൻ ഇൻ തിൻ സിലിണ്ടേഴ്സ്. സ്ട്രെസ്സിനെ പറ്റി പറഞ്ഞു, രണ്ട് സ്ട്രെസ് ആണ്. ഒന്ന് ഈ സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സും രണ്ടാമത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും. അങ്ങനെയാണെങ്കിൽ രണ്ട് ഡയറക്ഷനിലെ സ്ട്രെയിൻ എന്തായിരിക്കും നമുക്ക് നോക്കുന്നത്. ഇപ്പം നമ്മൾ ചെറിയൊരു പീസ് എടുത്തു. ഇപ്പം നമുക്ക് സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ ഇങ്ങനെ, സ്ട്രെസ് ഇങ്ങനെയും, ഇത് ഒരു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സും കിട്ടി. അപ്പം അതിനെ വളരെ ചെറിയ രീതിയിൽ നമ്മളൊരു പീസ്, ഒരു റെക്ടാങ്കുലർ ലാമിന അല്ലെങ്കിൽ ഒരു സ്ക്വയർ ലാമിന ആക്കി മാറ്റുകയാണെങ്കിൽ, വളരെ ചെറിയൊരു പീസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത് മനസ്സിലായി. അപ്പൊ ഇത് നമ്മൾ ആദ്യം പഠിച്ചിരുന്ന ഒരു 2 ഡയമെൻഷണൽ സ്ട്രെസ്സിന്റെ കണ്ടീഷനിലേക്ക് പോയി അല്ലേ. സിഗ്മ എച്ച് ഈ ഡയറക്ഷനിൽ ടെൻസൈൽ ആക്ട് ചെയ്യുന്നു, സിഗ്മ എൽ അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ടെൻസൈൽ ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഓരോ ഡയറക്ഷനിൽ ഉണ്ടാകുന്ന സ്ട്രെയിൻ നമുക്കറിയാവുന്ന ഒരു ഇക്വേഷൻ, ഈ സിഗ്മ എച്ച് കൊണ്ട് ഈ ഡയറക്ഷനിൽ, ദാറ്റ് ഈസ് എക്സ് ഡയറക്ഷനിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാവും. സപ്പോസ് ദാറ്റ് ഈസ് ഇ എക്സ്. ഇനി ഇവിടെ ഈ സ്ട്രെയിൻ കൊണ്ട്, അല്ലെങ്കിൽ ഈ സിഗ്മ എച്ച് കൊണ്ട് നമുക്കൊരു ലാറ്ററൽ സ്ട്രെയിൻ ഡെവലപ്പ് ചെയ്യും. അത് പഠിച്ചിരുന്നല്ലോ പോയിസൺസ് റേഷ്യോ ഉപയോഗിച്ചിട്ട്. സിഗ്മ എച്ച് കൊണ്ട് ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടാവും. അതേപോലെ സിഗ്മ എൽ കൊണ്ട് ഒരു ലാറ്ററൽ സ്ട്രെയിൻ സിഗ്മ എച്ചിന്റെ ഡയറക്ഷനിൽ ഉണ്ടാവുമല്ലോ. ഇത് ടെൻസൈൽ ആയതുകൊണ്ട് ഇവിടെ ഉണ്ടാവുന്നത് കംപ്രസീവ് ലാറ്ററൽ സ്ട്രെയിൻ ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സ്ട്രെയിൻ ഇൻ എക്സ് ഡയറക്ഷനിൽ എന്തായിരിക്കും നമുക്കറിയാം. ഇക്വേഷൻ സിഗ്മ എച്ച് കൊണ്ടുണ്ടാവുന്ന സ്ട്രെയിൻ ഉണ്ടാവും, സിഗ്മ എച്ച് ബൈ ഇ. പിന്നെ സിഗ്മ എൽ കൊണ്ടുണ്ടാവുന്ന കംപ്രസീവ് സ്ട്രെയിൻ ഉണ്ടാവും. അത് എങ്ങനെ കിട്ടും? അതിന്റെ ലാറ്ററൽ സ്ട്രെയിൻ ആണ്. ദാറ്റ് ഈസ് -1/m ഇൻറ്റു സിഗ്മ എൽ ബൈ ഇ. അപ്പൊ എക്സ് ഡയറക്ഷനിൽ നമുക്ക് കിട്ടുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് രണ്ടെണ്ണം ആയിരിക്കും. ഒന്ന് സിഗ്മ എച്ച് കൊണ്ടുണ്ടാവുന്ന സ്ട്രെയിനും പിന്നെ സിഗ്മ എൽ കൊണ്ടുണ്ടാവുന്ന ലാറ്ററൽ സ്ട്രെയിനും ഉണ്ടാവും. അത് നെഗറ്റീവ് ആയത് ഇത് ടെൻഷൻ ആയതുകൊണ്ട് ഇവിടെ കംപ്രസീവ് സ്ട്രെയിൻ ഉണ്ടാവും. സോ എക്സ് ഡയറക്ഷനിൽ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതേപോലെ വൈ ഡയറക്ഷനിൽ കിട്ടില്ലേ, ദാറ്റ് ഈസ് അലോങ് ദ സിഗ്മ എൽ ഡയറക്ഷൻ. ഇപ്പൊ വൈ ഡയറക്ഷനിൽ എന്ത് കിട്ടും? ഇവിടെ ഉണ്ടാവുന്ന സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെയിൻ, ദാറ്റ് ഈസ് സിഗ്മ എൽ ബൈ ഇ. പിന്നെ സിഗ്മ എച്ച് കൊണ്ട് ഇവിടെ ഒരു ലാറ്ററൽ സ്ട്രെയിൻ ഉണ്ടാവും, അതൊരു കംപ്രസീവ് ആയിരിക്കും. സോ -1/m ഇൻറ്റു സിഗ്മ എച്ച് ബൈ ഇ. അപ്പൊ ഈ ഡയറക്ഷനിൽ സ്ട്രെയിൻ കിട്ടിയല്ലോ. അപ്പൊ രണ്ട് ഡയറക്ഷണൽ സ്ട്രെയിൻ നമുക്ക് കിട്ടുകയാണ്.
So we can write a strain along the circumferential direction, that is EC. Strain along circumferential direction is equal to circumferential stress by E minus 1 by m into longitudinal stress by E. ഇവിടെ പറഞ്ഞ അതേ ഇക്വേഷൻ തന്നെ. ഇതേപോലെ longitudinal strain is equal to sigma L by E minus 1 by m into sigma C by E എന്ന് എഴുതാം. ഇനി ലോഞ്ചിറ്റ്യൂഡലിലും സർക്കംഫറൻഷ്യലും കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വോളിമെട്രിക് സ്ട്രെയിൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഇ വി ഈക്വൽ ടു ഇ എൽ പ്ലസ് 2ED എന്ന് പ്രൂവ് ചെയ്തതാണ് അല്ലെ. ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്ട്രെയിൻ ഉണ്ടാവും, പിന്നെ ഡയഗണൽ ഡയറക്ഷനിൽ ഒരു സ്ട്രെസ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു സ്ട്രെയിൻ ഉണ്ടാവും. അപ്പൊ ഈ ടോട്ടൽ ഇ വി ഈസ് ഈക്വൽ ടു ഇ എൽ പ്ലസ് 2 times ED എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ ഒരു കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വോളിമെട്രിക് സ്ട്രെയിൻ ഇൻ തിൻ സിലിണ്ടർ ഈസ് ഈക്വൽ ടു ഇ എൽ പ്ലസ് 2EC ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെയിൻ പ്ലസ് 2 times സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ അല്ലെങ്കിൽ ഹൂപ്പ് സ്ട്രെയിൻ എന്ന് പറയാം. സോ ടോട്ടൽ വോളിമെട്രിക് സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു ഇ എൽ പ്ലസ് 2EC. അപ്പൊ ഇ വി എന്ന് പറയുന്നത് ഡെൽറ്റ വി ബൈ വി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ചേഞ്ച് ഇൻ വോളിയം കാണാൻ പറ്റും. നിങ്ങളോട് ചോദിക്കുന്നത് അങ്ങനെയായിരിക്കും, വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ വോളിയം ഓഫ് ദ സിലിണ്ടർ. ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം ഇ വി കണ്ടുപിടിക്കണം. ഇ വി കണ്ടുപിടിക്കാൻ നമുക്ക് ഇ എല്ലും ഇ സിയും അറിയണം. ഇ എൽ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ സാധനങ്ങൾ അറിയണം. ഇ സി കണ്ടുപിടിക്കണമെങ്കിൽ ഇത് അറിയണം അല്ലെ. ദാറ്റ് മീൻസ് സിഗ്മ എല്ലും സിഗ്മ സി ഉണ്ടെങ്കിൽ ഇ എല്ലും കാണാൻ പറ്റും, ഇ സിയും കാണാൻ പറ്റും. ഇ എല്ലും ഇ സിയും കിട്ടിക്കഴിഞ്ഞാൽ ഇ വി കിട്ടും, ഇ വി കിട്ടിക്കഴിഞ്ഞാൽ ഡെൽറ്റ വി കിട്ടും. പ്രോബ്ലം സോൾവ്ഡ്. സോ ദിസ് ഈസ് ദ സ്ട്രെയിൻ ഇൻ ദ സിലിണ്ടർ. ഒരു സെന്റൻസ് എഴുതിക്കോ. സ്ട്രെയിൻ ഇൻ ദ സിലിണ്ടർ ഹെഡിങ് കൊടുക്കുക. സ്ട്രെയിൻ ഇൻ ദ തിൻ സിലിണ്ടർ, സ്ട്രെയിൻ ഇൻ തിൻ സിലിണ്ടർ ഹെഡിങ് കൊടുക്കുക. ഡ്രോ ദിസ് ഫിഗർ. അതിൽ സിഗ്മ എച്ചും സിഗ്മ എല്ലും മാർക്ക് ചെയ്തിരിക്കണം. ദെൻ അഗെയിൻ എ സ്മോൾ സ്പെസിമെൻ എടുക്കുന്നു, അത് ഇവിടെ കാണിക്കാം. അതിനുശേഷം ഈ ഇക്വേഷൻ എഴുതാം. സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ, ദിസ് ഈസ് ദ സർക്കംഫറൻഷ്യൽ സ്ട്രെയിൻ, ഇ സി ഈക്വൽ ടു സിഗ്മ സി ബൈ ഇ മൈനസ് 1 by m സിഗ്മ എൽ ബൈ ഇ. അടുത്ത ലൈൻ longitudinal strain sigma EL equal to longitudinal EL equal to sigma L by E minus 1 by m into sigma C by E. അതിന്റെ താഴെ വോളിമെട്രിക് സ്ട്രെയിൻ EV equal to EL plus 2ED, that is EV equal to EL plus 2EC. ഒന്നുകൂടി എഴുതാം. ഓൾസോ EV equal to delta V by V, where delta V is the change in volume. ഇത്ര എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ആയി കഴിഞ്ഞു. അപ്പൊ സ്ട്രെയിനിന്റെ കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാണല്ലോ, എങ്ങനെയാണ് ഇത് എടുത്തതെന്നുള്ളത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, ഡെറിവേഷൻ അല്ല. ഇതിന്റെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ.